ദൈവം സമ്മാനിച്ച ഒരു മനോഹരമായ തോട്ടത്തിലായിരുന്നു ആദ്യ പുരുഷനായ ആദാമും ആദ്യ സ്ത്രീയായ ഹൗവായും താമസിച്ചിരുന്നത്. പക്ഷേ സാത്താൻ ചതിയനായ ഒരു സർപ്പമായി വന്ന് ആദാമിനെയും ഹൗവായെയും പ്രലോഭിപ്പിച്ചു. ഈ വൃക്ഷങ്ങളിൽ നിന്നുള്ള പഴങ്ങൾ നിങ്ങൾ കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞോ? സർപ്പം ഹൗവായോട് ചോദിച്ചു. ഹൗവ മറുപടി പറഞ്ഞു, നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുതെന്ന് പറഞ്ഞു. കാരണം അതിൽ നിന്നുള്ളത് കഴിച്ചാൽ ഞങ്ങൾ മരിക്കും. സർപ്പം പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല. ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കരുതെന്ന് പറയാൻ ദൈവത്തിനൊരു കാരണമുണ്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദൈവത്തെപ്പോലെയാകും. ദൈവത്തിനറിയാവുന്നതെല്ലാം നിങ്ങൾക്കും അറിയുവാൻ കഴിയും. സർപ്പം എന്തുപയോഗിച്ചാണ് ഹൗവായെ പ്രലോഭിപ്പിച്ചത്? ഹൗവ ഫലം തിന്നു. അവൾ ആദാമിനും കുറച്ചു കൊടുത്തു. അവനും അത് തിന്നു. പെട്ടെന്ന് മുമ്പൊരിക്കലും അറിയാത്ത കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി തുടങ്ങി. അവർക്ക് വസ്ത്രമില്ലായിരുന്നു എന്നതാണ് അവർക്ക് മനസ്സിലായ ഒരു കാര്യം. ധരിക്കാനായി അവർ ഒന്നിച്ചിരുന്ന് ഇലകൾ തുന്നിക്കെട്ടി. അവർക്ക് മുൻപൊരിക്കലും പേടിയോ നാണമോ തോന്നിയിരുന്നില്ല. അതിനാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്കപ്പോൾ മനസ്സിലായി. ആദാമേ, ഹൗവേ, ദൈവം വിളിച്ചു. ആദാം പറഞ്ഞു, ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് വസ്ത്രമില്ല. ദൈവം സങ്കടത്തോടെ പറഞ്ഞു, നിങ്ങൾ ആ മരത്തിൽ നിന്നുള്ള ഫലം തിന്നു, അതുകൊണ്ടിപ്പോൾ നിങ്ങൾക്ക് വസ്ത്രമില്ല എന്നറിയാം. ആദാം ഹൗവയെ കുറ്റപ്പെടുത്തി. ഹൗവ സർപ്പത്തെയും കുറ്റപ്പെടുത്തി.
ദൈവം പറഞ്ഞു, സർപ്പമേ, നീ നിന്റെ വയറുരസി ഇഴയണം. ഒരു സ്ത്രീയുടെ മകൻ നിന്നെ തോൽപ്പിക്കും. ഹൗവേ, പ്രസവം നിനക്ക് വേദന നിറഞ്ഞതായിരിക്കും. ആദാമേ, ആഹാരത്തിനു വേണ്ടി കൃഷി ചെയ്യുന്നത് നിനക്ക് വളരെ പ്രയാസമായിരിക്കും. അത് കഴിഞ്ഞ് ദൈവം ആദാമിനും ഹൗവയ്ക്കും വേണ്ടി വസ്ത്രങ്ങളുണ്ടാക്കി. എന്നിട്ട് തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. അവർ തിരികെ വരാതിരിക്കാൻ വേണ്ടി ദൈവം അവിടെ ജ്വലിക്കുന്ന വാളുമായി ഒരു ദൂതനെ കാവൽ നിർത്തി. ആ. ഒരു ദിവസം ഒരു സ്ത്രീയുടെ മകൻ സർപ്പത്തിനെ തോൽപ്പിക്കുമെന്ന് ദൈവം സർപ്പത്തോട് പറഞ്ഞു. അതെയോ അല്ലയോ? അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ആദാമും ഹവ്വായും ദൈവത്തിനെതിരെ പാപം ചെയ്തു.